അതിന് നെറുകയിൽ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടി എടുക്കേണ്ടി വരും. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമുക്ക് എത്ര തിരിക്കാം? 5 തിരിക്കാം. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇത് ഭൂപ്രകൃതിയുടെ സവിശേഷത അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ നമുക്ക് 5 തിരിക്കാവുന്നത്. അതിൽ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് ടെസ്റ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു പോയിന്റ് ടെസ്റ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടിനെയാണ്. എന്തിനാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? പാമീർ പർവ്വതക്കെട്ടിനെയാണ്. ഇനി ഉത്തരപർവ്വത മേഖലയെ നമുക്ക് 3 തിരിക്കാം. എത്ര? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഉത്തരപർവ്വത മേഖലയെ 3 തിരിക്കുന്നു: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇനി മടക്ക് പർവ്വതങ്ങൾ എന്താണ് എന്ന് ടെസ്റ്റിൽ പറഞ്ഞേക്കുന്നത് നോക്കാം. മടക്ക് പർവ്വതങ്ങൾ എന്താണ്? ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. ഈ പ്രക്രിയ എന്ത് വിളിക്കുന്നു? വലനം എന്ന് വിളിക്കുന്നു. ഈ വലന പ്രക്രിയയിലൂടെ രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് നമ്മുടെ ഹിമാലയവും ആൽപ്സും. അപ്പം മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയവും ആൽപ്സും. ഇത് ഏത് പ്രക്രിയയിലൂടെയാണ്? വലന പ്രക്രിയയിലൂടെയാണ് രൂപപ്പെട്ടത്. ഇനി പർവ്വതങ്ങളെക്കുറിച്ചുള്ള ഡെഫിനിഷൻ ടെസ്റ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും എത്രയാണ്? 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ എന്ത് വിളിക്കുന്നു? പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി ഉത്തരപർവ്വത മേഖലയിലെ 3 വിഭാഗങ്ങളായ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിവയെക്കുറിച്ച് വിശദമായി നോക്കാം. അതിൽ ആദ്യത്തെ വിഭാഗമായ ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഉത്തരപർവ്വത മേഖലയിലെ ഏറ്റവും വടക്കായി കാണപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തെ നമുക്ക് എന്ത് വിളിക്കാം? ടിബറ്റൻ ഹിമാലയം എന്നും വിളിക്കാം. ശരാശരി 3000 മീറ്റർ മുകൾ ഉയരമുള്ള താണ് ട്രാൻസ് ഹിമാലയം. എത്ര മീറ്ററാണ്? 3000 മീറ്ററാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം. ഇതിന് ഏകദേശം 40 മുതൽ 965 കിലോമീറ്റർ വരെ നീളമുണ്ട്. എന്തിന്? ട്രാൻസ് ഹിമാലയത്തിന് 40 മുതൽ 965 കിലോമീറ്റർ വരെ നീളം. കാരക്കോറം നിരകൾ ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. അപ്പം കാരക്കോറം നിര എന്ത് ചെയ്യുന്നു? ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിച്ചു കിടക്കുന്ന 3 സമാന്തര പർവ്വതനിരകളെ എന്ത് വിളിക്കാം? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് വിളിക്കാം. അതിലെ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കുള്ളതും ഗംഗാസമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഇനി ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് പറയുന്നത്? ഹിമാലയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹിമാലയത്തെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഈ 3 നിരകളെക്കുറിച്ച് പറയുന്നു. അതിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കിൽ ഇനി സിവാലിക് നിരയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് സിവാലിക്കിൻ്റെ പ്രത്യേകത? ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കുള്ളത് ഗംഗാസമതലത്തിന് അതിരായി നിലകൊള്ളുന്ന ആരാണ്? സിവാലിക്കാണ്. ഇതിന് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ആർക്ക്? സിവാലിക് നിരകൾക്ക്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഇതിനെ എന്ത് വിളിക്കുന്നു? ഈ നിരയാണ് ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നത്. സിവാലിക്കിനെയാണ് ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നത്. ഇനി സിവാലിക്കിന് വടക്കായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. ഹിമാചലിന് ഏകദേശം 3500 മുതൽ 4500 മീറ്റർ വരെ ഉയരമുണ്ട്. ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. അപ്പോൾ ഹിമാചലിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് 60 മുതൽ 80 കിലോമീറ്റർ വീതിയുമുണ്ട്. 3500 മുതൽ 4500 വരെ ഉയരവുമുണ്ട്. ഇനി അടുത്ത ആരാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രിക്കോ ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാദ്രിയാണ്. ഇത് ഏകദേശം 6100 മീറ്റർ ഉയരം ആർക്കുണ്ട്? ഹിമാദ്രിക്കുണ്ട്. 25 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ വീതിയുള്ളത്. 25 കിലോമീറ്റർ മാത്രം വീതിയാണ് ആർക്കുള്ളത്? ഹിമാദ്രിക്ക് ഉള്ളത്. 6100 മീറ്റർ ഉയരവുമുണ്ട് ഹിമാദ്രിക്ക്.
ഇനി ഹിമാലയം ഉണ്ടായതെങ്ങനെ എന്ന് ടെസ്റ്റിൽ പറയുന്നതിൽ ശിലാമണ്ഡല ഫലകങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. എന്താണ്? ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നത്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്ന ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. 100 കിലോമീറ്റർ വരെ കനമുള്ള ശിലാമണ്ഡലത്തിൻ്റെ ഭാഗങ്ങളാണ് ശിലാമണ്ഡല ഫലകങ്ങൾ. ടെക്ടോണിക് പ്ലേറ്റ്സ് എന്താണ്? 100 കിലോമീറ്റർ വരെ കനമുള്ള ശിലാമണ്ഡല ഫലകങ്ങളെയാണ് ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. വൻകരാഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറാഭാഗം ഉൾക്കൊള്ളുന്നതോ ആകാം. പിന്നെയോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതുമായ ഭാഗവും ശിലാമണ്ഡല ഫലകങ്ങൾ തന്നെയാണ്. വൻകരാഭാഗം മാത്രമാകാം, കടൽത്തറാഭാഗം മാത്രവുമാകാം. പിന്നെയോ വൻകരാഭാഗവും കടൽത്തറാഭാഗവും കൂടി ചേർന്നുള്ള ഭാഗവും എന്തു തന്നെയാണ്? ശിലാമണ്ഡല ഫലകങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് ഈ ഭൗമശിലാപാളികളുണ്ടല്ലോ, അവയുടെ ചലനമാണ്, ഈ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ചലനമാണ് എന്തിന് കാരണം? ഹിമാലയ പർവ്വത രൂപീകരണത്തിന് കാരണം. അപ്പോൾ ഹിമാലയ പർവ്വതത്തിൻ്റെ രൂപീകരണത്തിന് കാരണം എന്താണ്? ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ചലനം. ഇതെങ്ങനെയാണ് ഈ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ചലനം സാധ്യമാകുന്നത് എന്ന് ടെസ്റ്റിൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളെയാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. ഈ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളും. ഇതിനെ എന്ത് വിളിക്കുന്നു? അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. എന്താണ്? ശിലാമണ്ഡലത്തിന് താഴെയുള്ള വളരെ ഉയർന്ന താപത്തിൽ അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഈ അസ്തനോസ്ഫിയറും ടെക്ടോണിക് ഫലകങ്ങളും ഈ അസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ ടെക്ടോണിക് ഫലകങ്ങൾ എന്ത് ചെയ്യും? സാവധാനം ചലിച്ചുകൊണ്ടിരിക്കും. ഈ ചലനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഭൗമശിലാപാളികളുടെ ചലനം എന്ന് വിളിക്കുന്നത്. ഈ ചലനം എന്ത് രൂപീകരണത്തിന് കാരണമാകുന്നുണ്ട്? നമ്മുടെ ഹിമാലയത്തിൻ്റെ രൂപീകരണത്തിന് പ്രധാന കാരണമാകുന്നുണ്ട്. ഈ ഫലക ചലനങ്ങളുടെ അതിരുകളിൽ എന്ത് രൂപീകരിക്കുന്നു? പർവ്വത രൂപീകരണം നടക്കുന്നു. ഈ ഫലകങ്ങളുടെ ഈ ഫലക ചലനം മൂലം ഈ ഫലക അതിരുകളിൽ എന്ത് രൂപീകരണം നടക്കുന്നു? പർവ്വത രൂപീകരണം നടക്കുന്നു. ഈ ഫലക അതിരുകളെ നമുക്ക് എത്രയായി തിരിക്കാം? 3ആയി തിരിക്കാം. സംയോജക സീമ എന്നും വിയോജക സീമ എന്നും ഛേദക സീമ എന്നും. ഫലക അതിരുകളെ നമുക്ക് 3ആയി തിരിക്കുന്നു. എത്രയാണ്? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഇനി ഈ സംയോജക സീമയുണ്ടല്ലോ, ഈ സംയോജക സീമകളിലാണ് എന്ത് നടക്കുന്നത്? മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണം നടക്കുന്നത്. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണം നടക്കുന്നത് സംയോജക സീമയിലാണ്. സംയോജക സീമ എന്താണ്? ശിലാമണ്ഡല അതിരാണ് സംയോജക സീമ. സംയോജക സീമയിൽ മടക്ക് പർവ്വത രൂപീകരണം നടക്കുന്നു. മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണല്ലോ ഹിമാലയ പർവ്വതം. അപ്പോൾ ഹിമാലയ പർവ്വത രൂപീകരണം നടക്കുന്നത് സംയോജക സീമകളിലാണ്. ഇനി ഈ നമ്മുടെ മടക്ക് പർവ്വതം ആയ ഹിമാലയം രൂപീകരണത്തെക്കുറിച്ച് വിശദമായ ഒരു നോട്ട് നമ്മുടെ ടെസ്റ്റിലുണ്ട്. എന്താണെന്ന് നോക്കാം. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലിരിക്കുന്ന നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയുടെയും ഓസ്ട്രേലിയൻ വൻകരയുടെയും ഭാഗം പിന്നീട് എന്ത് ചെയ്തു? വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ ആരുണ്ടായിരുന്നു? ഒരു തെതിസ് സമുദ്രം ഉണ്ടായിരുന്നു. സമുദ്രത്തിൻ്റെ പേരെന്താണ്? തെതിസ്. ഈ സമുദ്രം എന്ത് ചെയ്ത്? മടങ്ങി ഉയരുവാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഹിമാലയൻ പർവ്വതം രൂപീകരിച്ചത്. അപ്പോൾ എന്താണ്? 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ ഇന്ത്യയും എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. ഇത് എങ്ങോട്ട് നീങ്ങി? ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്തെത്തി. എന്നിട്ട് യുറേഷ്യൻ ഫലകത്തിനും നമ്മുടെ ഉപദ്വീപീയ ഓസ്ട്രേലിയൻ വൻകരയ്ക്കും ഇടയ്ക്കായിട്ട് എന്തുണ്ട്? തെതിസ് സമുദ്രം ഉണ്ടായിരുന്നു. ഈ തെതിസ് സമുദ്രം ഉയർന്നു പൊങ്ങി, മടങ്ങി പൊങ്ങി. ഇവിടെയാണ് നമ്മുടെ ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത്. ഇനി നമ്മുടെ ഹിമാലയവും പ്രാദേശിക ഭാഗങ്ങളും എന്ന വിഭാഗത്തിൽ നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതങ്ങൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇവയെ എന്ത് വിളിക്കുന്നു? ഗിരികന്ധരങ്ങൾ എന്ന് വിളിക്കുന്നു. ആഴമേറിയതും ചെങ്കുത്തുമായ വശങ്ങളോട് കൂടിയ താഴ്വരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗിരികന്ധരങ്ങൾ എന്ന് വിളിക്കുന്നത്. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ നമ്മുടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ എന്ത് സൃഷ്ടിക്കുന്നു? ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ.
ഇനി ഹിമാലയ നദിക്ക് കുറുകെ ഈ ഒഴുകുന്ന നദികളുണ്ടല്ലോ, ഈ നദികളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ പ്രാദേശികമായിട്ട് നമുക്ക് 3ആയി തരംതിരിച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ ഹിമാലയമെന്നും മധ്യ ഹിമാലയമെന്നും കിഴക്കൻ ഹിമാലയമെന്നും 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിലെ ഹിമാലയത്തെ പടിഞ്ഞാറൻ ഹിമാലയമെന്നും മധ്യ ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയം തിരിച്ചിട്ടുണ്ടല്ലോ. അതിലെ പടിഞ്ഞാറൻ ഹിമാലയത്തെ ിലൂടെ ഒഴുകുന്ന നദികൾ ആരാണ്? സിന്ധുവും കാളിയും. സിന്ധുവും കാളിയും ഒഴുകുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി മധ്യ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടോ കാളിയും ടീസ്റ്റയും ഒഴുകുന്നത് മധ്യ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട്. ഇനി കിഴക്കൻ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടാണ് ടീസ്റ്റയും ബ്രഹ്മപുത്രയും ഒഴുകുന്നത്. ടീസ്റ്റയും ബ്രഹ്മപുത്രയും ഒഴുകുന്നത് കിഴക്കൻ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ. ഇത് വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.